ഗോവർദ്ധനും ബാലചന്ദ്രനും അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാറിൽ വെച്ചുണ്ടായ കാര്യം, നമ്മൾ പോയ സ്ഥലത്തെക്കുറിച്ചൊന്നും ഇവിടെ ആരുടെ അടുത്തും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞാൻ പറയില്ല, എനിക്ക് ബാലേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷൻ എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും നീ ടെൻഷൻ അടിക്കണ്ട, അപ്പോൾ അകത്ത് പോയിട്ട് വണ്ടിയുടെ ചാവി മേടിക്കുക, രോഹിത്തിൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ തന്നെ അലീന വരുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. അലീനയെ കണ്ടതും ഗോവർദ്ധന് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. നല്ല മുഖമൊക്കെ ആകെ വിഷമത്തോടെയാണ് അവളെ നോക്കുന്നത് തന്നെ. അച്ഛനെ കണ്ടതും അലീന പറയുന്നുണ്ട്, അച്ഛൻ ആകെ ക്ഷീണിച്ചു, ഒരുപാട് ഓടി തളർന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധന് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയും ബബിതയും ചോദിക്കുന്നുണ്ട്, എവിടെയാണ് പോയത്, അലീന ചേച്ചിക്കുള്ള ഷെൽട്ടർ കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ നേരിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത്ത് വന്നത് കൊണ്ട് വണ്ടിയുടെ ചാവിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീന ചായ കൊണ്ടുവന്നിട്ട് ഗോവർദ്ധന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയ കാര്യത്തെക്കുറിച്ച് പിന്നെയും അവർ ചോദിക്കുമ്പോൾ ആൾ ഒഴിഞ്ഞു മാറിയിട്ട് ഞാൻ പോവുകയാണ്, ഞാനിനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഒഴിഞ്ഞു മാറുകയാണല്ലേ അങ്കിള് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കൃഷ്ണയും ബബിതയും അലീനൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ അലീന ചേച്ചിക്ക് പോകാനുള്ളത്, അലീന ചേച്ചിക്ക് വിഷമമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കാൾ വിഷമമുണ്ട്, ഞാൻ പിടിച്ച് നിൽക്കുകയാണ് പൊട്ടിത്തെറിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സങ്കടത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനു ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പോയ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അറിഞ്ഞു, വലിയച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു, അലീനയുടെ പപ്പയെ കാണാൻ പോയില്ലേ, സ്റ്റാൻലി ജോസഫിനെ പുനലൂർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിന്നെ നേരിൽ കാണുമ്പോൾ പറയാം, ഇവിടെ വെച്ച് നമുക്ക് സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി അലീനയെ വിളിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് എന്താ വിളിച്ചില്ല, ഒന്നും അന്വേഷിച്ച് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയും ബബിതയൊക്കെ രേവതിയുടെ അടുത്ത് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിയുടെ അടുത്തും എൻ്റെ അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിയേട്ടൻ്റെ അടുത്ത് ചേച്ചി തന്നെ നേരിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ രോഹിയുടെ അടുത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം, ഇനി കുരുത്തക്കേടൊന്നും ഒപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തോളാമേ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹി ഇങ്ങനെ തമാശ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് അലീന ബാലചന്ദ്രന് ചായ കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു. അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പോയ കാര്യം എന്തായി അച്ഛാ, ശരിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോയ വീടും സ്ഥലവും കുഴപ്പമില്ല, വലിയ വീടാണ്, നിനക്കവിടെ ഒരുപാട് ജോലി ഉണ്ടാവും, അവിടെ 2 വേലക്കാരും ഒരു ഡോഗിനെ നോക്കാൻ ഒരാളുണ്ട്, 5-6 പട്ടിയും, പിന്നെ അയാൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേലക്കാരുണ്ടെങ്കിൽ പിന്നെ എന്തിനാ, എൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട് നോക്കാൻ ഒരാൾ വേണം, അവർ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ ഉന്തിത്തള്ളി വിടണോ അങ്ങോട്ട്, അല്ലാതെ അവർക്ക് ഒരു വേലക്കാരി ആവശ്യമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.